ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഷെഡ്യൂളർ ആണ്. ലാസ്റ്റ് വീഡിയോ നമ്മൾ എന്താണ് CPU ഷെഡ്യൂളിംഗ് കണ്ടു. CPU ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ടാവും. ആ സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സിന് ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് CPU എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക അഥവാ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാണ് CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് അപ്പൊ ഏത് പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? കുറെ പ്രോസസ്സേഴ്സ് റെഡിയായി നിൽക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുക, CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ഷെഡ്യൂൾ അൽഗോരിതംസ് വെച്ചിട്ടാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് ഏതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ്? അതായത് ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ഏത് ജോബിനാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മോഡ്യൂൾ ആണ്. അപ്പോൾ ഇത് 3 ടൈപ്സ് ഷെഡ്യൂളേഴ്സ് ഉണ്ട്: ലോങ് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഫസ്റ്റ് വൺ, ലോങ് ടേം ഷെഡ്യൂളർ. ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്രോസസ്സസും സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അത് ഡിസ്കിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു മെയിൻ മെമ്മറിന്റെ സൈസ് ഭയങ്കര ലിമിറ്റഡ് സൈസ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും നമ്മുടെ എല്ലാ പ്രോസസ്സസും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആ സെക്കൻഡറി സ്റ്റോറേജ് അഥവാ ഡിസ്കിൽ നിന്ന് എടുത്ത് മെയിൻ മെമ്മറിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലുള്ള പ്രോസസ്സിന് എന്ത് ചെയ്യും, CPU അലോക്കേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഏതൊരു പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യണം, ലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനീഷ്യലി എല്ലാ പ്രോസസ്സും സെക്കൻഡറി സ്റ്റോറേജിലാണ് ഉണ്ടാവുക. അപ്പോൾ ലോങ് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത് ഈ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ പ്രോസസ്സേഴ്സ് ആണ്, ആ പ്രോസസ്സേഴ്സിനെയൊക്കെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് എടുത്ത് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. കാരണം എല്ലാ പ്രോസസ്സേഴ്സും നമുക്ക് വേണ്ട എല്ലാ പ്രോസസ്സേഴ്സും സെക്കൻഡറി സ്റ്റോറേജിലാണ് ഉണ്ടാവുക. പക്ഷെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറിയിലേക്ക് എടുത്തിട്ടില്ല. കാരണം മെയിൻ മെമ്മറിയുടെ സൈസ് കുറവാണ്. എപ്പോഴാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അറ്റ് എ ടൈമിൽ ഏതൊക്കെ പ്രോസസ്സേഴ്സ് വേണം അതിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ മെമ്മറിയിലേക്ക് എടുത്തിടുന്നത്. അപ്പോൾ ഈ ലോങ് ടേം ഷെഡ്യൂളർ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് വേണ്ട പ്രോസസ്സസിനെ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. അപ്പൊ മെയിൻ മെമ്മറിയിൽ ഈ പ്രോസസ്സേഴ്സ് ഒക്കെ ഒരു റെഡി ക്യൂ എന്ന് പറയുന്ന അവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചത്. അതായത് ആ റെഡി ക്യൂവിൽ വരുന്ന പ്രോസസ്സേഴ്സ് എന്താ, അതൊക്കെ റെഡിയായി നിൽക്കുവാണ്. ഇനി അതിന് വർക്ക് ചെയ്യണമെങ്കിൽ അഥവാ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, CPU വേണം. അപ്പൊ ലോങ് ടേം ഷെഡ്യൂളറിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സെക്കൻഡറി സ്റ്റോറേജിലുള്ള ആ സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സിന് വേണ്ട പ്രോസസ്സസിനെ സെലക്ട് ചെയ്ത് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ എന്താ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെന്നുള്ള രീതിയിൽ ആ റെഡി ക്യൂവിൽ പ്ലേസ് ചെയ്യുക. അതാണ് ലോങ് ടേം ഷെഡ്യൂളർ. അപ്പോൾ ലോങ് ടേം ഷെഡ്യൂളർ കുറെ സമയം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ലോങ് ടേം ഷെഡ്യൂളർ വരില്ല. കാരണം പ്രോസസ്സേഴ്സ് ഒക്കെ റെഡിയായി നിൽക്കുമ്പോൾ അതിനെ ഒരു ലിസ്റ്റ് ഓഫ് പൂൾ എന്നാണ് അതിന് പറയുക. കാരണം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കുറെ പ്രോസസ്സേഴ്സ് ഇങ്ങനെ റെഡി ആയിട്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ വേണമെന്നുള്ളതിന് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ലോങ് ടേം. അപ്പൊ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, വീണ്ടും ഏതൊക്കെയാണ് വേണ്ടത് അതിനെടുത്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഷോർട്ട് ടേം ഷെഡ്യൂളിനെ പോലെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താ ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന്. അപ്പോൾ ലോങ് ടേം ജസ്റ്റ് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് പ്രോസസ്സേഴ്സിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് റെഡി ക്യൂവിൽ പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ് ലോങ് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരിക. ഈ ഷോർട്ട് ടേം ഷെഡ്യൂളറിനെ തന്നെയാണ് CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ ഷോർട്ട് ടേം ഷെഡ്യൂളറിന CPU ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഷെഡ്യൂളർ ആണ് പ്രോസസ്സിന് വേണ്ട CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞില്ല, ജസ്റ്റ് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, CPU-നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ CPU-നെ ഈ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് CPU ഷെഡ്യൂളർ ആണ്, അഥവാ ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ്. അപ്പോൾ സെലക്ട് ഈ പ്രോസസ് ഫ്രം ദ റെഡി ക്യൂ ആൻഡ് അലോക്കേറ്റ് CPU ടു ദാറ്റ് പ്രോസസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഡിസ്പാച്ചർ. അപ്പൊ ഇവിടെ ഒരു ടേം വരുന്നുണ്ട്, ഡിസ്പാച്ചർ. എന്താണ് ഡിസ്പാച്ചർ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഷോർട്ട് ടേം ഷെഡ്യൂളിന്റെ ഡെഫിനിഷൻ എന്താ, റെഡി ക്യൂവിലുള്ള
പ്രോസസ്സിനെ, അതായത് ഓൾറെഡി ലോങ് ടേം ഷെഡ്യൂളർ റെഡി ക്യൂയിലേക്ക് വേണ്ട പ്രോസസ്സസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് മെയിൻ മെമ്മറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ യൂണി പ്രോസസ്സർ ആണ്, ഒരൊറ്റ CPU ഉള്ളൂ. അപ്പൊ ഒരു CPU-നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു CPU-നെ ഒരു പ്രോസസ്സിനല്ലേ അറ്റ് എ ടൈമിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പ്രോസസ്സിനെ നമ്മൾ റെഡി ക്യൂ എന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് ഏതാണ് പ്രോസസ്സർ എന്ന് തീരുമാനിക്കുന്നത് ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ്. അതായത് ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ് ആ ക്യൂവിൽ നിന്ന് ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് CPU-നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നത് ഒരു ഡിസ്പാച്ചർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. അപ്പൊ ഈ ഡിസ്പാച്ചറിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രോസസ്സ് CPU യൂസ് ചെയ്യുന്ന സമയത്ത് ആ CPU-നെ വേറൊരു പ്രോസസ്സിന് കൊടുക്കേണ്ടി വരും. അതായത് അറ്റ് എ ടൈമിൽ ഡിഫറെന്റ് പ്രോസസ്സാണ് യൂസ് ചെയ്യുക. അപ്പൊ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ആ പ്രോസസ്സ് IO ഓപ്പറേഷനിലേക്ക് പോകണമെങ്കിൽ, അതായത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. IO ഓപ്പറേഷൻ ഏതെങ്കിലും പ്രോസസ്സ് CPU-ന്റെ ആവശ്യം വരില്ല, ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ആ സമയത്ത് മറ്റേ പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടൈം ഷെഡ്യൂളർ സെലക്ട് ചെയ്യും, അതിന് CPU അലോട്ട് ചെയ്ത് കൊടുത്തോ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും, ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലേക്ക് CPU സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സ്വിച്ചിങ് ഫംഗ്ഷൻ ആണ് ഡിസ്പാച്ചറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലേക്ക് CPU-നെ എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഷെഡ്യൂളിംഗ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ ബേസ്, അതായത് ഷോർട്ട് ടൈം ഷെഡ്യൂളർ ഏത് പ്രോസസ്സിനാണ് സെലക്ട് ചെയ്യാന്ന്. കാരണം റെഡി ക്യൂവിൽ ഒരുപാട് പ്രോസസ്സസ് എന്താ ലോങ് ടേം ഷെഡ്യൂൾ കൊണ്ടുവച്ചിട്ടുണ്ടാവും. റെഡി ആയ എല്ലാ പ്രോസസ്സിനെയും എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിനെയും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ടാണ് ഷോർട്ട് ടൈം ഷെഡ്യൂളറിന് CPU അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രോസസ്സിനാണ് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഡിറ്റർമൈൻ ചെയ്യണം. അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഒരുപാട് അൽഗോരിതംസ് ഉണ്ട്. ഏതാണ് ഫസ്റ്റ്, ഏതാണ് വന്നത്, അതിന് എത്ര CPU, എത്ര ടൈം അതിന് CPU വേണം, അങ്ങനെ കുറെ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ചൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കാം, ആ അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഷോർട്ട് ടൈം ഷെഡ്യൂളറും ഈ ഡിസ്പാച്ചറും കൂടി, അത് രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓർക്കേണ്ടത് ഒരൊറ്റ പ്രോസസ്സിനെയാണ് ആ റെഡി ക്യൂ നിന്ന് ഷോർട്ട് ടൈം ഷെഡ്യൂളർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് CPU-ന് ആ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിസ്പാച്ചർ. തേർഡ് വൺ മീഡിയം ടേം ഷെഡ്യൂളർ. മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാല് ഒരു മിഡിൽ വർക്ക് ചെയ്യുന്നതാണ്. മിഡിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എന്തുണ്ടാ, നമ്മള് ഒരു പ്രോസസ്സ് CPU യൂസ് ചെയ്യാണ്, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നു, CPU ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യാണ്. ആ സമയത്ത് അതിന് IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ, IO ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേഷൻ, കീബോർഡ് ഇൻപുട്ടിന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്ററിന് എന്ത് ചെയ്യാം ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കേസ് വരുവാണെങ്കിൽ അത് എന്ത് ചെയ്യും, വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് കൊണ്ട് മീഡിയം പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടേം ഷെഡ്യൂളർ എന്ത് ചെയ്യും, ഇതിനെ മെയിൻ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ക്യൂവിലേക്ക് എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ മീഡിയം ടേം ഷെഡ്യൂളറിന്റെ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രോസസ്സ് IO ഓപ്പറേഷൻസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ വെയിറ്റിംഗ് ക്യൂവിലേക്ക് എന്ത് ചെയ്യാം, മാറ്റാം. രണ്ടാമത്തെ കേസ് വരുന്നത് മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റിംഗ് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ റെഡി ക്യൂവിലേക്ക് മൂവ് ചെയ്യാം. IO ഓപ്പറേഷൻസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വെയിറ്റിംഗ് ക്യൂവിൽ നിന്ന് റെഡി ക്യൂവിലേക്ക് മൂവ് ചെയ്യാം. അതും പെർഫോം ചെയ്യുന്നത് മീഡിയം ടേം ഷെഡ്യൂളർ ആണ്. അപ്പോൾ ജസ്റ്റ് 2 പോയിന്റ്സ് ഓർത്ത് നോക്കുക. മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IO ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട കേസിൽ പ്രോസസ്സർ എന്ത് ചെയ്യും, അതിന് അലോക്കേറ്റ് ചെയ്ത പ്രോസസ്സറിന് എന്ത് ചെയ്യും, ശരിക്കും വേറൊരു പ്രോസസ്സറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, വെയിറ്റിംഗ് ക്യൂവിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ വെയിറ്റിംഗ് ക്യൂവിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് മീഡിയം ടൈം ഷെഡ്യൂളർ ആണ്. അതാണ് ജസ്റ്റ് ആ പ്രോസസ്സിനെ എടുത്ത് വെയിറ്റിംഗ് ക്യൂവിലേക്ക് മാറ്റുന്നത്. വീണ്ടും അതിന്റെ IO ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ അതിന് വീണ്ടും CPU ആവശ്യം വരും. ആ സമയത്ത് എന്ത് ചെയ്യും, IO ഓപ്പറേഷൻ കഴിഞ്ഞാൽ മീഡിയം ടൈം ഷെഡ്യൂളർ അതിനെ എടുത്തിട്ട് റെഡി ക്യൂവിലേക്ക് തന്നെ എന്ത് ചെയ്യും, മാറ്റും. അപ്പൊ ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് മീഡിയം ടൈം ഷെഡ്യൂളർ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ഇതാണ് CPU ഷെഡ്യൂളിംഗ് ഡയഗ്രാം. CPU ഷെഡ്യൂളിംഗ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ 3 ഷെഡ്യൂളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ CPU-ന്റെ അലോക്കേഷൻസ് നടത്തുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറെ സെറ്റ് ഓഫ് പ്രോസസ്സേഴ്സ് ഒരു പ്രോസസ്സിനെ ചൂസ് ചെയ്തിട്ട് അതിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പ്രോസസ്സിന് എപ്പെങ്കിലും IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം, വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം.
എന്നിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അതിന് എന്ത് ചെയ്യണം, CPU കിട്ടണം, എന്നിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് ഈ CPU വേറൊരു പ്രോസസ്സിന് എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ശരിക്കും CPU ഷെഡ്യൂളിംഗിൽ നടക്കുന്നത്. അത് എപ്പോഴും CPU ബിസി ആക്കുക. ഒരു പ്രോസസ്സിന് CPU കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കും വേറെ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ CPU ബിസി ആക്കാതെ, അല്ല CPU ഐഡിയൽ ആക്കാതെ എന്ത് ചെയ്യാം, ആ CPU വേറൊരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ആ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരൊറ്റ പ്രോസസ്സറേ നമ്മുടെ കയ്യിലുള്ളൂ, അതെപ്പോഴും എന്താക്കുക, ബിസി ആക്കുക. അപ്പോൾ ഒരുപാട് പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ അത് മൾട്ടി പ്രോസസിംഗ് എൻവയറമെന്റിലാണ് ഈ CPU ഷെഡ്യൂളിംഗ് നടക്കുന്നത്. അപ്പൊ ഈ 3 ഷെഡ്യൂളർ വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഫിഗറിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാം. ആദ്യം എന്താ, ഡിസ്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജിൽ നമുക്ക് വേണ്ട ജോബ്സ് ഒക്കെ ഉണ്ടാവും, അത് പ്രോസസ്സേഴ്സ് ഒക്കെ ഉണ്ടാവും, ജോബ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ലോങ് ടേം ഷെഡ്യൂളർ ഏതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത്, ഏതൊക്കെ മെയിൻ മെമ്മറിയിലേക്ക് എടുത്തിടണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. അത് തീരുമാനിക്കുന്നത് ലോങ് ടേം ഷെഡ്യൂളാണ്. അപ്പൊ ഈ ലോങ് ടേം ഷെഡ്യൂളർ എന്ത് ചെയ്യും, റെഡി ക്യൂയിലേക്ക് മാറ്റും. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ റെഡി ക്യൂ, അവിടെ എഴുതിയിട്ടില്ല. ഇതെന്താണ്, ഇതിന്റെ പേര് റെഡി ക്യൂ എന്നാണ്. അതായത് ഇവിടെ നിങ്ങൾ വെയിറ്റിംഗ് ക്യൂ ആണില്ലേ, അതായത് ഇത് റെഡി ക്യൂ. അപ്പോൾ ഈ ലോങ് ടേം ഷെഡ്യൂളർ ജസ്റ്റ് എന്ത് ചെയ്യാം, വേണ്ട ജോബ്സിനെയൊക്കെ എടുത്തിട്ട് റെഡി ക്യൂയിലേക്ക് കൊണ്ടുവരും. റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിലാണ് ഉണ്ടാവുക. അത് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് മെയിൻ മെമ്മറിയിലെ റെഡി ക്യൂയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ മെയിൻ മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. അത് റെഡി ആയി നിൽക്കുന്നത് മനസ്സിലാവും. കാരണം മെയിൻ മെമ്മറിയുടെ സൈസ് എന്താ, ലിമിറ്റഡ് സൈസ് ആണ്. അപ്പോൾ ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ എല്ലാം എടുത്ത് എല്ലാ പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യില്ല. വേണ്ടത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, ലോങ് ടൈം ഷെഡ്യൂളർ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൊടുക്കും, മെയിൻ മെമ്മറിയിലെ റെഡി ക്യൂവിൽ കൊടുക്കും. അപ്പോൾ മെയിൻ മെമ്മറിയിലെ റെഡി ക്യൂവിൽ നിന്ന് ഏത് പ്രോസസ്സിനാണ് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളറും ഡിസ്പാച്ചറുമാണ്. ഇത് രണ്ടും കൂടിയാണ്. അപ്പോൾ ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ് ഇവിടെ നിന്ന് ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് പ്രോസസ്സിനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഷോർട്ട് ടേം ഷെഡ്യൂളർ ഡിസൈൻ ചെയ്യുന്നത് അൽഗോരിതംസ് ബേസ് ചെയ്തിട്ടാണ്. അതിന് കുറെ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉണ്ട്. അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, അതായത് ആദ്യം വന്നതിന് കൊടുക്കണോ, പിന്നെ അതിന് എത്ര CPU ടൈം അതിന് വേണം ചെയ്യാൻ, ഇതൊക്കെ ഷോർട്ടസ്റ്റ് ടൈം ആണോ വേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളർ ഒരു പ്രോസസ്സിനെ എടുത്തിട്ട് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് ഡിസ്പാച്ചറിന്റെ സഹായത്തോടെയാണ്. ഡിസ്പാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യേണ്ടി വരും. അത് ഒരു പ്രോസസ്സ് വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻസിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ CPU എടുത്തിട്ട് വേറൊരു പ്രോസസ്സിന് കൊടുക്കണം. അപ്പൊ ജസ്റ്റ് CPU ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് ഡിസ്പാച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഷെഡ്യൂളർ ഡിസ്പാച്ചറിന്റെ വിത്ത് ഹെൽപ്പ് ഓഫ് ഡിസ്പാച്ചറിലായിരിക്കും ആ പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കണ്ടോ, ഡിസ്പാച്ചർ എയറോ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ വരുന്ന മീഡിയം ടേം ഷെഡ്യൂളർ ആണ്. അത് മീഡിയം ഷെഡ്യൂളറിന്റെ രണ്ടിടക്ക് കണ്ടു, ഇവിടെയും നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ മീഡിയം ടേം ഷെഡ്യൂളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു പ്രോസസ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ട സമയത്ത് അതിന് എന്ത് ചെയ്യാം, വെയിറ്റിംഗ് ക്യൂവിലേക്ക് പോകും. അപ്പൊ ഈ വെയിറ്റിംഗ് ക്യൂവിലേക്ക് പോകുന്നത് എന്താ, ഓപ്പറേഷൻസിന് റിക്വസ്റ്റ് കൊടുക്കും. അവിടെ റിക്വസ്റ്റിന് കൊടുക്കുന്ന സമയത്താണ് ഇതിന് ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് വന്നു, അത് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ മീഡിയം ടേം ഷെഡ്യൂളർ അതിനെ ജസ്റ്റ് എടുത്തിട്ട് വെയിറ്റിംഗ് ക്യൂവിലേക്ക് മാറ്റും. വെയിറ്റിംഗ് ക്യൂവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ CPU പിന്നെ വേറെ ഏതെങ്കിലും പ്രോസസ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ റെഡി ആയിട്ടുണ്ടാവുമല്ലോ കുറെ പ്രോസസ്സസ്, അതിലെ അടുത്ത പ്രോസസ്സിന് CPU എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെയിറ്റിംഗ് ക്യൂവിലെത്തിയ പ്രോസസ്സിന് വെയിറ്റിംഗ് ക്യൂവിലേക്ക് ഇടുന്നത് മീഡിയം ടേം ഷെഡ്യൂളർ ആണ്. ഒരു കേസ് അതാണ്. അത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എടുത്തിട്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വെയിറ്റിംഗ് ക്യൂവിലേക്ക് ഇടുക. അതാണ് ഫസ്റ്റ് പോയിന്റ് മീഡിയം ടേം ഷെഡ്യൂളറിന്റെ. രണ്ടാമത്തത് ഈ വെയിറ്റിംഗ് ക്യൂവിൽ നിന്ന് ഇതെന്ത് ചെയ്യും, അതേപോലെ തന്നെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. എത്ര ടൈം ഓപ്പറേഷൻസ് ചെയ്യണം, ആ ടൈം ഫുള്ളും ഓപ്പറേഷൻസ് ചെയ്യും. അതിനുശേഷം ഈ മീഡിയം ടേം ഷെഡ്യൂളർ അത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ മീഡിയം ടേം ഷെഡ്യൂളർ തന്നെ അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും റെഡി ക്യൂയിലേക്ക് കൊണ്ടുവിടും. കാരണം അതിന് റെഡിയാണ്, അതിന് CPU കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഓപ്പറേഷൻസ് വീണ്ടും എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അതിവിടെ CPU ഉപയോഗിച്ചുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിന് CPU ഓപ്പറേഷൻസ് വേണമെങ്കിൽ അത് വീണ്ടും റെഡി ക്യൂവിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, റിക്വസ്റ്റ് കൊടുക്കണം.
അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം, അതിന് ഇതിന്റെ ബേസിൽ ഇതേപോലെ തന്നെ അൽഗോരിതം ബേസ്ഡ് അറൈവൽ ടൈമും ഇതൊക്കെ ചെക്ക് ചെയ്ത് എത്ര ടൈം വേണം, എത്ര ടൈം CPU വേണം, അതിനെയൊക്കെ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഷോർട്ട് ടേം ഷെഡ്യൂളർ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ പ്രോസസ്സാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് CPU ഷെഡ്യൂളിംഗിൽ. അപ്പോൾ ഈ 3 ഷെഡ്യൂളേഴ്സ് ആണ് നമ്മൾ ഓർക്കേണ്ടത്: ലോങ് ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം ഷെഡ്യൂളർ. നെക്സ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് ഷെഡ്യൂളേഴ്സ് ആൻഡ് പ്രോസസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ. അതായത് എങ്ങനെയാണ് ഇവിടെ ഷെഡ്യൂളേഴ്സ് വെച്ചിട്ട് ഈ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നത്. അത് ഫസ്റ്റ് ഇവിടെ ന്യൂ സ്റ്റേറ്റ് ആണ്. അത് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ന്യൂ സ്റ്റേറ്റിലായിരിക്കും പ്രോസസ്സസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ. അപ്പൊ ആ പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ജസ്റ്റ് അത് മെയിൻ മെമ്മറിയിലേക്ക് റെഡിയായി എത്തുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്രോസസ്സസും ഈ പ്രോസസ്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു ഡിസ്കിലാണ് ഉണ്ടാവുക, അഥവാ സെക്കൻഡറി സ്റ്റോറേജിലാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞത് ന്യൂവിൽ. അപ്പൊ ലോങ് ടൈം ഷെഡ്യൂളിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് റെഡി സ്റ്റേറ്റിലേക്ക് പോയി. റെഡി സ്റ്റേറ്റിൽ എന്നാണ് അത് മെയിൻ മെമ്മറിയിൽ എത്തി. മെയിൻ മെമ്മറിയിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്, അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാംസ് ഒക്കെയാണ് മെയിൻ മെമ്മറിയിൽ ഉണ്ടാവുക. അപ്പൊ മെയിൻ മെമ്മറിയിൽ എത്തിയപ്പോൾ അത് റെഡിയായി. അതാണ് സെക്കൻഡ് റെഡി സ്റ്റേറ്റിലേക്ക് വന്നത് ഏറോ കാണിക്കുന്നത്. ഇനി റെഡി സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യണ്ടേ. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, CPU വേണം. ഒരൊറ്റ പ്രോസസ്സറേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്, ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ്. അപ്പൊ ഷോർട്ട് ടേം ഷെഡ്യൂളർ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഏത് സ്റ്റേറ്റിലെത്തും, റണ്ണിങ് സ്റ്റേറ്റിലാവും. ഓക്കെ, എന്തായി, റണ്ണിങ് സ്റ്റേറ്റിലെത്തി. ഇനി റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അതിന് എന്തെങ്കിലും IO റിക്വസ്റ്റ്, ഇനിയിപ്പോ മൊത്തമായിട്ട് IO ഓപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, എക്സിറ്റ് ആയിട്ട് പോകും. മൊത്തം CPU ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയാൽ ആ സ്റ്റേറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. ഇനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, അതാണ് ഇവിടെ IO ഓപ്പറേഷൻസ് ചെയ്യേണ്ട സമയത്ത് അത് എന്ത് ചെയ്യും, ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ബ്ലോക്കായി. കാരണം അതെന്താ, അതിന് CPU വേണ്ട, അതിന് ഈ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണ്ടു, ഇനി CPUയുടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് പോയി. അപ്പൊ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും CPU ഓപ്പറേഷൻസ് വേണ്ടി വരും. അപ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യാം, ആ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ മീഡിയം ടേം ഷെഡ്യൂളർ തന്നെ അതിനെ എന്ത് ചെയ്യും, റെഡി സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുവരും. കാരണം അതെന്താ, വീണ്ടും അവിടെ ആ സ്റ്റേറ്റ് റെഡി ക്യൂവിലേക്ക് എത്തണം. ആ റെഡി ക്യൂവിൽ എത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ തിരിച്ചു വേണം. റൺ ചെയ്യണമെങ്കിൽ CPUവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് IO ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് പോയി. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് അതിന്റെ IO ഓപ്പറേഷൻ കഴിഞ്ഞാൽ റെഡി ആയാണ്. അടുത്ത CPUവിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടി അത് റെഡിയായി നിൽക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, റെഡി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ അതിന് സഹായിക്കുന്നത് ഈ മീഡിയം ടേം ഷെഡ്യൂളർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഷെഡ്യൂളേഴ്സും ആ ഷെഡ്യൂളർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോസസ്സിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അഥവാ ഏതെങ്കിലും ഒരു ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. താങ്ക് യു. ടേക്ക് കെയർ.